ബംഗ്ലാദേശിൽ എല്ലാം മാറി മറിയുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം അധികാരമേറ്റ ഡോക്ടർ മുഹമ്മദ് യൂനസിന് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു പ്രഹരമാണ്. വെറുമൊരു ഉപദേശമല്ല, ശക്തമായ ഒരു മുന്നറിയിപ്പ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിവരയ്ക്കാൻ പോകുന്ന ആ കത്തിൽ എന്താണുള്ളത് നോക്കാം. അടുത്ത വർഷം ഫെബ്രുവരി 12 ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഹൗസ് ഓഫ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലെ പ്രമുഖർ ഒപ്പിട്ട കത്തിൽ ഡോക്ടർ യൂനസിനോട് അവർ ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം: തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമാകണം. എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ മാനമുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിലക്കിയ ഇടക്കാല സർക്കാരിന്റെ നടപടിയെ അമേരിക്ക കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയെ പൂർണ്ണമായി നിരോധിക്കുന്നത് ജനാധിപത്യമല്ലെന്നും ഇത് പ്രതികാര രാഷ്ട്രീയമാണെന്നുമാണ് അമേരിക്കയുടെ പക്ഷം. അവാമി ലീഗ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിന് അന്താരാഷ്ട്ര തലത്തിൽ എന്ത് വിശ്വാസ്യതയുണ്ടാകും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് വലിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്. തുടർന്ന് അധികാരമേറ്റ ഇടക്കാല സർക്കാർ അവാമി ലീഗിനെ നിരോധിക്കുകയും അവരുടെ നേതാക്കൾക്കെതിരെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വഴി നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ ട്രൈബ്യൂണലിന്റെ നിഷ്പക്ഷതയിൽ പോലും ഇപ്പോൾ അമേരിക്ക സംശയം പ്രകടിപ്പിക്കുന്നു എന്നത് യൂനസിന് വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. ഈ രാഷ്ട്രീയ അനിശ്ചിതത്തിനിടയിലാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ ആക്രമണങ്ങൾ പുറം ലോകം അറിയുന്നത്. മതനിന്ദ ആരോപിച്ച് ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന സംഭവം അമേരിക്കൻ പ്രതിനിധികളെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ മനുഷ്യാവകാശ ലംഘനമായി കാണേണ്ടി വരുമെന്ന് സുഹാസ് സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള US നിയമസഭാ അംഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തിന് നൽകിയ ഹണിമൂൺ പീരീഡ് അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ജനാധിപത്യത്തിന്റെ കാവൽക്കാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ ഈ കത്ത് യുഎസ് സർക്കാരിന് ഇനി അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ എന്നതിന്റെ സൂചനയാണ്. എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് ബംഗ്ലാദേശ് മടങ്ങുമോ, അതോ അമേരിക്കയുടെ വാക്ക് ധിക്കരിച്ച് രാജ്യം കൂടുതൽ അസ്ഥിരതയിലേക്ക് നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.